ഹലോ ഗൈസ്, പുതിയവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, നമുക്കിന്ന് ഹാർവെസ്റ്റ് ഡേ ആണ്. സോ അതിൻ്റേതായ പരിപാടികളാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, ഇത് കണ്ട് പേടിക്കേണ്ട, ഇത് എൻ്റെ രണ്ട് വിരലൊന്ന് ചെറുതായിട്ട് മുറിഞ്ഞതാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ലൊല്ലോ റോസും അവിടുത്തെ ബറ്റാവി ഗ്രീനൊക്കെയാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് കെയിലാണ് ഹാർവെസ്റ്റ് ചെയ്യാനുള്ളത്. സോ ചിക്കറിയും എന്തായാലും നമുക്ക് ഹാർവെസ്റ്റിംഗ് പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങാം. സോ ഗൈസ്, നമ്മളിന്ന് ഫസ്റ്റ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് ചിക്കറിയാണ്. സോ ഇന്ന് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് ആകെ ഞാനും നമ്മുടെ ഫാമിന് ഓർഡറായിട്ടുള്ള സുധീരി സാറ് മാത്രമേ ഉള്ളൂ. വേറെ ആരുമില്ല നമുക്ക് കൂട്ടിന്. സോ ഞാൻ ഇവിടെ ചിക്കറിയുടെ ഓരോ ഇതും കട്ടോട് ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ സാർ അപ്പുറ സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വരികയാണ്. സോ നമ്മുടെ ചിക്കരി കുട്ടന്മാരൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല വലുപ്പമുണ്ട് ഇലകൾക്കും കാര്യങ്ങൾക്കൊക്കെ. സോ എന്തായാലും നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വേറെ ആരും കൂട്ടിനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്ത് പോവുകയാണ്. സോ എന്തായാലും ഞങ്ങളെല്ലാം കൂടി ഒന്ന് ഹാർവെസ്റ്റ് ചെയ്ത് തീർത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഗൈസ്, ഹാർവെസ്റ്റിങ്ങിന് ശേഷം വീഡിയോ എടുത്ത് എന്തൊക്കെയാണ് ഹാർവെസ്റ്റ് ചെയ്തതെന്നുള്ള വീഡിയോ എടുത്ത് കാണിച്ചാലും ശരിക്കും ഞാൻ മറന്നുപോയി. കാരണം പണിത്തിരക്കിൻ്റെ ഇടയിൽ ഞാൻ അത് മറന്നു. സോ ഇപ്പം ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണതെന്ന് നോക്കി കഴിഞ്ഞാൽ, നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത സാധനം നമ്മൾ വെയ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ടാഗൊക്കെ വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കാറുണ്ട്. സോ ടാഗ് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മുടെ കസ്റ്റമേഴ്സിന് അറിയില്ലല്ലോ നമ്മൾ കൊടുക്കുന്ന സാധനത്തിൻ്റെ പേര് എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ പേര് വെച്ചിട്ടുള്ള ഓരോ ടാഗുകൾ അത് നൂലുമേ കോർത്ത് കൊടുത്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നും വെയ് ചെയ്തിട്ട് ടൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഹാർവെസ്റ്റിംഗ് ആൻഡ് ഡെലിവറി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് ബാക്കി നിൽക്കണവരെ അടുത്ത ആഴ്ച ഹാർവെസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഇതുവരെയുള്ളത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോയി ഫുഡ് അടിക്കണം. ഫുഡ് അടിച്ചതിന് ശേഷം വേണം നമുക്ക് മെയിൻ പരിപാടി തുടങ്ങാനായിട്ട്. ഇത് കണ്ടോ ഗൈസ്, കഴിഞ്ഞ ആഴ്ച ചെയ്ത പോലെ ഇനി ഈ പോട്ടുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലെ പൂപ്പിലൊക്കെ അടിച്ചു കളയണം. ഇതാണ് ഏറ്റവും വലിയ പണി. ഈ ഫാമിലുള്ള ഏറ്റവും വലിയ പണി ഇതാണ്. ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ NFT ചാനലുകൾ ഓരോന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. അതാണ് ഏറ്റവും വലിയ പണി. സോ ആ പണിയിലേക്ക് നമ്മൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കിടക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എത്രമാത്രം പണി ഉണ്ടെന്നുള്ളത്. സോ എന്തായാലും ഞാൻ പോയി ഫുഡ് കഴിക്കണം ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് പണി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ കാണിച്ചു തരാം. സോ നമ്മുടെ OSS ക്യൂബും റൂട്ട്സും പിന്നെ ക്ലേ ബോൾസ് നമ്മുടെ പോട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ NFT ചാനൽ ക്ലീനിങ് പരിപാടിയിലേക്ക് പോകാം. സോ അതിന് വേണ്ടി നമ്മൾ ഈ പൈപ്പ് ഇങ്ങനെ തുറന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇനി ഉരച്ച് കഴുകണം. ഇത് ഫുള്ളിങ്ങനെ ഉരച്ച് കഴുകണം. അപ്പോൾ എന്തായാലും ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മുടെ ക്ലീനിങ് പ്രോസസ്സിന് ഈ ഒരു പൂപ്പലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കളയേണ്ടത്. സോ ഇതിന് ആവശ്യമായ സാധനങ്ങൾ നമുക്കൊരു പൊട്ട തുണി വേണം. പിന്നെ ഒരു കപ്പിൽ വെള്ളം എടുക്കുക. പിന്നെ നമുക്ക് സ്ക്രോച്ച് ബൈറ്റിൻ്റെ ഇത് ഇങ്ങനെ ഉരയ്ക്കാനായിട്ട് വേണം. പിന്നെ ഈ ഒരു തുണി നമ്മൾ ഫുള്ള് ഉരച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തുടച്ച് കളയാനായിട്ട് യൂസ് ചെയ്യാനായിട്ട്. സോ എന്തായാലും പണി തുടങ്ങട്ടെ. സോ ഗൈസ്, നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്ക്രബ്ബർ എടുക്കുക. എന്നിട്ട് ഇത് വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തെളിച്ച് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ കിടന്ന് ഉരയ്ക്കുക. സോ ഇങ്ങനെ ഉരച്ച് നമ്മുടെ NFT ചാനലിൻ്റെ മോൾ ഭാഗം നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. സോ എന്തായാലും അത് വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ അത് നമ്മുടെ എല്ലാ ഇതുവരെയുള്ള NFT ചാനൽസൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ചെടി നിൽക്കുന്നതും കഴുകണം. പിന്നെ അപ്പുറത്തെ സെറ്റ് നമ്മൾ ഇതുവരെ തൊട്ടിട്ടില്ല, അവിടെയും നമുക്ക് കഴുകാണ്ട്. അതിപ്പോൾ നാളെ ചെയ്യാം. പിന്നെ ഇതിൻ്റെയൊക്കെ മുകളിലുള്ള നമ്മുടെ കവറിങ് ഇവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. സോ ഇതും ഉണങ്ങണം, അതും ഉണങ്ങണം. എന്നിട്ട് വേണം നമുക്ക് അടുത്ത ദിവസം സാധനങ്ങൾ കയറ്റി കൊടുക്കാൻ. സോ ഇവരെ ഇനിയിപ്പോൾ നാളെ വന്നിട്ട് ഇവരെ വെള്ളത്തിലിട്ട് കഴുകണം, അവരും വെള്ളത്തിലിട്ട് കഴുകണം. ബാക്കി നമ്മൾ വേസ്റ്റ് കളഞ്ഞു. അതാണ് ഗൈസ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ. സോ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമുക്ക് ഒന്ന് ഹൈലൈറ്റ് മാളിൽ പോകണം. സോ ലെറ്റ്സ് ഗോ ടു ഹൈലൈറ്റ് മാൾ. സോ ഗൈസ്, നമ്മളങ്ങനെ ഹൈലൈറ്റ് മാൾ വന്നത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ നല്ലോണം വിഷമാണ്. ഇപ്പോൾ നമ്മൾ സബ്വേ കണ്ടപ്പോൾ നമ്മൾ അവിടെ കയറി 79 രൂപയ്ക്കുള്ള സാധനം അങ്ങോട്ട് അടിക്കാമെന്ന് വിചാരിച്ച്. സോ നല്ല ഓഫർ കണ്ടപ്പോൾ ഒന്നും നോക്കില്ല. നമ്മൾ ചെറിയൊരു സാധനം 79 രൂപയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. സോ അവിടുത്തെ ചേട്ടൻ നമുക്ക് കാലത്തിന് സവാളയും സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ എന്തായാലും അങ്ങനെ കഴിച്ചു നോക്കാം. സോ ഗൈസ്, എന്തായാലും ഞാൻ കഴിച്ചു നോക്കിയാണ്. സംഭവം ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
കാരണം ഉള്ളിലത്തെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് 79 രൂപയ്ക്ക് നല്ല ലാഭമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഗൈസ് സബ്വേക്കാർ പറയുന്ന പോലെ ഈറ്റ് ഫ്രഷ് ഈറ്റ് ഡിലീഷ്യസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നമ്മുടെ ഇന്നത്തെ ഒരു നാളെ വീഡിയോ എല്ലാവർക്കും